ഏവർക്കും VBY ITയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളാർ പവർ റിന്യൂവബിൾ എനർജി സിസ്റ്റം പാർട്ട് 3. ഒരു photovoltaic system materials. Objectives: discuss about the photovoltaic system, explain the photovoltaic module or panel, describe the working of solar panel and photovoltaic array, differentiate solar cell and module array. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് ഒരു ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം, അതിനെക്കുറിച്ച് അതുപോലെ ഫോട്ടോവോൾട്ടൈക് മൊഡ്യൂൾ അല്ലെങ്കിൽ പാനൽ എന്താണ്, അറേ എന്താണ്, മൊഡ്യൂൾ അറേ തമ്മിൽ സെല്ലും അതുപോലെ മൊഡ്യൂൾ അറേ തമ്മിലൊരു വ്യത്യാസം, ഇതൊക്കെ എന്താണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് ഏകദേശം എന്താണ് ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം അല്ലെങ്കിൽ സെൽ എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഫോട്ടോവോൾട്ടൈക് PV or solar electric system is made up of several photovoltaic solar cell. ഒരു ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് സോളാർ സെൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫോട്ടോവോൾട്ടൈക് സോളാർ സെൽ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ PV cell is usually small, typically producing about 1 or 2 watts of power. ഒരു സിംഗിൾ PV സെല്ല് അല്ലേ, ഒരു സിംഗിൾ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1 വാട്ട് അല്ലെങ്കിൽ 2 വാട്ട് പവർ ആയിരിക്കും. ടു ബൂസ്റ്റ് ദ പവർ ഔട്ട്പുട്ട് number of PV cells are connected together to form larger units called modules. അങ്ങനെ നമുക്ക് 1 അല്ലെങ്കിൽ 2 വാട്ട് പവർ എന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ബൂസ്റ്റ് ചെയ്യാം, കൂടുതൽ പവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് PV സെൽസ് ഒന്നിച്ച് കണക്ട് ചെയ്യണം. സിംഗിൾ പറയുമ്പോൾ 1 or 2 പവറുള്ളൂ, കൂടുതൽ നമ്മൾ കണക്ട് ചെയ്ത സമയത്ത് എന്തെങ്കിലും പവർ ഇൻക്രീസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. മൊഡ്യൂൾസ് ഇൻ ടേൺ ക്യാൻ ബി കണക്റ്റഡ് ടു ഫോം ഈവൻ ലാർജർ യൂണിറ്റ്സ് കോൾഡ് അറേസ്. ഒരുപാട് മൊഡ്യൂളുകൾ കൂട്ടിച്ചേർത്ത് ഒരു ലാർജ് യൂണിറ്റാക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണ് അറേ എന്ന് പറയുന്നത്. which can be interconnected to produce more power and so on. ഇവിടെ എന്താണ്, കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അറേയാക്കി മാറ്റി. ഇൻ ദിസ് വേ PV സിസ്റ്റം ക്യാൻ ബി ബിൽഡ് ടു മീറ്റ് ഓൾമോസ്റ്റ് എനി ഇലക്ട്രിക്കൽ പവർ നീഡ്, സ്മോൾ ഓർ ലാർജ്. ഇങ്ങനെ നമുക്ക് എന്താണ് സെല്ല്, മൊഡ്യൂള്, അറേ ഇങ്ങനെ നമ്മൾ നിർമ്മിക്കുന്ന രീതിക്കനുസരിച്ച് നമുക്ക് എന്താണ് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സോളാർ സെല്ല് വളരെ കുറഞ്ഞതും കുറച്ച് കൂടിയുള്ള പവറുള്ളതാക്കി നമുക്ക് മാറ്റാം. സ്മോൾ അല്ലെങ്കിൽ ലാർജ് പവറിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിർമ്മിക്കാൻ കഴിയും. ഫോട്ടോവോൾട്ടൈക് സെൽ ഓർ സോളാർ സെൽ വർക്കിംഗ്. ഇപ്പോൾ എന്താണ് മൊഡ്യൂൾ അറിയുന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഭാഗത്തൊരു ഫിഗർ കാണിച്ചു തരാം. നമുക്കറിയാം അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. സോളാർ സെല്ലിൻ്റെ വർക്കിംഗ് എന്താ അറിയാം അല്ലേ. ഒരു സോളാർ സെല്ലിൽ PV സെല്ലിൽ എന്ത് ചെയ്യും, സോളാർ സെൽ ഈസ് എ സെമി കണ്ടക്ടർ ഡിവൈസ് that can convert solar energy into DC electricity through the photovoltaic effect. നമുക്കറിയാം എന്താണ് സോളാർ സെല്ല് എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് എന്താ ചെയ്യുന്നത്, ലൈറ്റ് എനർജിയെ DC ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു. അതാണ് നമ്മൾ ഫോട്ടോവോൾട്ടൈക് എഫക്റ്റ് എന്ന് പറയുന്നത്, കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. When light rays impinges on a PV solar cell, it may be reflected, absorbed or passes right through. ഒരു ലൈറ്റ് റേ അല്ലേ, നമ്മൾ ഒരു ലൈറ്റ് റേസ് ഒരു സെല്ലിൽ വന്ന് തട്ടുന്ന സമയത്ത് അവിടെ എന്തൊക്കെ സംഭവിക്കാം, റിഫ്ലക്റ്റ് ചെയ്യാം, അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിലൂടെ പാസ് ചെയ്യും. ബട്ട് ഓൺലി ദ അബ്സോർബ്ഡ് ലൈറ്റ് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി. അബ്സോർബ് ചെയ്യുന്ന റേസിന് മാത്രമേ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. എൻ്റെ ഫിഗറാണ്. സൺലൈറ്റ് ഒരു സോളാർ സെല്ലിൻ്റെ മുകളിൽ തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഒരു N ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും, ഒരു P ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അവ കൂടിച്ചേരുന്ന ഭാഗത്ത് എന്തായി മാറും, PN ജംഗ്ഷനായിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ലൈറ്റ് റേസ് തട്ടുന്ന സമയത്ത് കുറേ എണ്ണം റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ച് ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്ത് പോകും, ഇത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ അബ്സോർബ് ചെയ്ത ഇലക്ട്രിസിറ്റി എന്തായിട്ട് മാറും, ഇവിടെ ലൈറ്റ് ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്ക് DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോകും. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോവോൾട്ടൈക് മൊഡ്യൂൾ ഓർ സോളാർ പാനൽ.
A solar module is an individual solar panel consisting of multiple solar cells, wiring, a frame and glass. ഒരു സോളാർ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ സോളാർ പാനൽ. അതെന്തൊക്കെയുണ്ട്, സോളാർ സെൽസ് ഉണ്ട്, മൾട്ടിപ്പിൾ സോളാർ സെൽസ്, ഒരുപാട് സോളാർ സെൽസ് വരുന്നുണ്ട്, അതിന് വയറിങ് വരുന്നുണ്ട്, ഫ്രെയിം വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു ഗ്ലാസ്സും ഉണ്ട്. PV or solar modules are manufactured in standard sizes such as 36 cell, 60 cell and 72 cell modules. സാധാരണയായിട്ട് ഒരു PV അല്ലെങ്കിൽ സോളാർ സെല്ല് മൊഡ്യൂൾ നിർമ്മിച്ചിരിക്കുന്നത് 36 സെല്ല്, 60 സെല്ല്, 70 സെല്ല് തുടങ്ങിയ മൊഡ്യൂൾസ് ആയിട്ടാണ്. The term solar panel is sometimes used interchangeably with solar module. ആ സോളാർ പാനൽ എന്നുള്ള ടേം നമ്മൾ എന്ത് ചെയ്യുന്നത്, സോളാർ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 36 സെല്ല് വരുന്നതാണ്, 60 സെല്ല് വരുന്നത്, അതുപോലെ തന്നെ 72 സെല്ല് വരുന്ന മൊഡ്യൂളായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് നിർമ്മിക്കുന്നത്, സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് photovoltaic or solar panel working. Solar panels work through photovoltaic process where radiation energy is absorbed and generated electricity. ഇവിടെ എന്താണ്, സോളാർ പാനൽ വർക്ക് ചെയ്യുന്നതാണ് ഫോട്ടോവോൾട്ടൈക് പ്രോസസ്സാണ്. ഫോട്ടോവോൾട്ടൈക് പ്രോസസ്സിലാണ് ഇവിടെ റേഡിയേറ്റ് ചെയ്ത് വരുന്ന എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് എന്താക്കി മാറ്റും, ഇലക്ട്രിസിറ്റി ആക്കി കൺവേർട്ട് ചെയ്യും. റേഡിയേഷൻ എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ സെമി കണ്ടക്ടർ സെൽസ്, നോർമലി സിലിക്കൺ, ആൻഡ് ട്രാൻസ്ഫോംഡ് ഫ്രം ഫോട്ടോ എനർജി ഇൻറ്റു വോൾട്ടേജ്. ഇവിടെ റേഡിയേറ്റ് ചെയ്ത് വരുന്ന എനർജിയെ അബ്സോർബ് ചെയ്യും. അവിടെയുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയലായുള്ള സിലിക്കൺ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ ഫോട്ടോ എനർജിയിൽ നിന്നും എന്താക്കി മാറ്റും, വോൾട്ടൈക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യും. The sun's radiation hits a silicon atom. A photon of light energy is absorbed and produced electrons to create an electrical. സൂര്യനിൽ നിന്ന് തട്ടുന്ന സൺലൈറ്റിൽ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് എന്താക്കി മാറ്റും, ഇവിടെ ഇലക്ട്രിസിറ്റിക്ക് മാറ്റും. The electric current then goes to inverting unit which converts the current from DC to AC. അങ്ങനെ ഉണ്ടാകുന്ന DC കറണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയത് അതിനൊരു ഇൻവെർട്ടർ യൂണിറ്റിലേക്ക് കൊടുക്കും. ഈ ഇൻവെർട്ടർ എന്താണ് ചെയ്യുന്നത്, ഇൻവെർട്ടർ DC എന്താക്കി മാറ്റും, AC ആക്കി കൺവേർട്ട് ചെയ്യും. The system is then connected to mains power or electricity grid. എന്നിട്ട് എന്ത് ചെയ്യും, ആ സിസ്റ്റം ഇൻവെർട്ടർ സിസ്റ്റം എന്ത് ചെയ്യും, മെയിൻസ് പവർ അല്ലെങ്കിൽ ഇതിലേക്ക് കൺവേർട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, AC ആക്കി ഉപയോഗിക്കാൻ കഴിയും. ഫോട്ടോവോൾട്ടൈക് അറേ, ഇതാണ് ഒരു ഫോട്ടോവോൾട്ടൈക് അറേ എന്നുള്ളത്. ഫോട്ടോവോൾട്ടൈക് അറേ ഈസ് ദ കംപ്ലീറ്റ് പവർ ജനറേറ്റിംഗ് യൂണിറ്റ്. ഒരു ഫോട്ടോവോൾട്ടൈക് അറേ എന്ന് പറയുന്നത് കംപ്ലീറ്റ് പവർ ജനറേറ്റിംഗ് യൂണിറ്റ് ആണ്, കൺസിസ്റ്റിംഗ് ഓഫ് എനി നമ്പർ ഓഫ് PN modules ആൻഡ് പാനൽസ് ആസ് ഷോൺ ഇൻ ഫിഗർ തന്നിരിക്കുന്ന പോലെ അതിൽ എന്താണ്, സെൽസിലായിരിക്കും മൊഡ്യൂൾസിലായിരിക്കും. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ സെല്ല് എന്താണ്, മൊഡ്യൂൾ എന്താണ്, അറേ എന്താണ്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സെല്ല് എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂണിറ്റാണ് സെല്ല് അല്ലേ. മൊഡ്യൂൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് സെൽസ് കൂടി ചേർന്നിട്ട് എന്താക്കി മാറ്റി, മൊഡ്യൂളാക്കി, ഒരുപാട് സെല്ല് കൂടി ചേർന്ന് മൊഡ്യൂളാക്കി പറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെങ്ങനെയാണ് പറഞ്ഞിരുന്നത്, 36 സെല്ല്, 60 സെല്ല്, 72 സെല്ല് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഏതൊക്കെ വരാം, സ്റ്റാൻഡേർഡ് സൈസിലായിട്ട് ചിലപ്പോൾ 36 സെല്ല് വരാം, 60 സെല്ല് വരാം, അതുപോലെ എന്താണ് 72 സെല്ലായിട്ടും വരാം. അങ്ങനെ മൊഡ്യൂളുകൾ കൂട്ടിച്ചേർത്ത് എന്താക്കി മാറി, അറേ ആയിട്ട് മാറി. അപ്പോൾ ഫിഗറിൽ തന്നിരിക്കുന്ന നോക്കിയാൽ മനസ്സിലാവും, സിംഗിൾ സെല്ല് കണ്ടു, അത് കൂടിച്ചേർന്ന് എന്തായി മൊഡ്യൂൾ മുഖാണ്. അങ്ങനെ മൊഡ്യൂൾസ് ഇവിടെ 6 മൊഡ്യൂൾ കൂട്ടിച്ചേർത്ത് ഒരു അറേയാക്കി മാറ്റി. നമ്മൾ കാണുന്ന പാനൽ, നമ്മൾ പറയുന്ന സോളാർ പാനലാക്കി കൺവേർട്ട് ചെയ്തു. ഈ ഫോട്ടോവോൾട്ടൈക് അറേ വർക്ക് അതിന് എങ്ങനെയാണ് ഫോട്ടോവോൾട്ടൈക് അറേ വർക്ക് ചെയ്യുന്നത്. The sun generates photon that stream down to earth as visible light.
അപ്പോൾ ഫോട്ടോ വോൾട്ടൈക് സെൽ എന്നാണ് നമ്മളിത് പഠിച്ചു തന്നെയാണ്, വീണ്ടും വീണ്ടും ജസ്റ്റ് അതിങ്ങനെ പറയുന്നേ ഉള്ളൂ. ഫോട്ടോ സൺലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ലൈറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഫോട്ടോൺസ് എന്തായിരിക്കും, ആ ഫോട്ടോൺസ് എന്തായിരിക്കും മാറും, അത് വിസിബിൾ ലൈറ്റ് വഴി നമുക്ക് എവിടെ എത്തും, എർത്തിലേക്ക് വരും. സോളാർ സെൽ കൺവേർട്സ് ദ എനർജി ഓഫ് ലൈറ്റ് ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിസിറ്റി. സോളാർ സെല്ലിൽ എന്ത് ചെയ്യും, ആ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യും. അസംബ്ലീസ് ഓഫ് സോളാർ സെൽ ആർ യൂസ്ഡ് ടു മേക്ക് സോളാർ മൊഡ്യൂൾസ്. എന്താണ്, സോളാർ സെല്ലുകൾ കൂടി ചെന്ന് അവിടെ എന്തായി മാറി, മൊഡ്യൂളായി മാറി, അല്ലേ, അല്ലെങ്കിൽ പാനൽസ് എന്ന് പറയും. 1 or more solar panels are typically put together to rack that faces the sun called an array. അല്ലേ, അങ്ങനെ ഒരുപാട് പാനൽസിനെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് എന്താക്കി മാറ്റും, ഒരു റാക്കിൽ കണക്ട് ചെയ്തിട്ട് കൂട്ടിച്ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും, സൺസിന് ഫേസ് ആയി, അല്ലേ, സൂര്യന് ഫേസ് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്യും, അത് ഫിക്സ് ചെയ്യും. അപ്പോൾ അതിന് പറഞ്ഞ പേരാണ് അറേ എന്ന് പറയുന്നത്. സം റാക്സ് ഹാവ് മോട്ടോർസ് ദാറ്റ് കീപ് ദം പോയിൻറ്റഡ് ഡയറക്ട്ലി at the sun as it moves across the sky. ചില മോട്ടോർ വെച്ചിട്ട് എന്ത് ചെയ്യും, അതാകും അപ്പോൾ സൺലൈറ്റിനനുസരിച്ച് അത് മൂവ് ചെയ്യും. ദ DPU നീഡോ റാക്സ് ആർ ഫിക്സ്ഡ് ആൻഡ് ഡു നോട്ട് മൂവ് ടു ട്രാക്ക് ദ സൺ. DPU നീഡോ NEDO എന്ന് പറയുന്ന റാക്സ് എന്താണ്, ഫിക്സഡ് റാക്കാണ്. അത് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് സണ്ണിനനുസരിച്ച് മൂവ് ചെയ്യില്ല. Many racks of solar panels are typically lined up into long columns, and those columns form a large scale photovoltaic array. ചില റാക്സിൽ അല്ലേ ഒരുപാട് സോളാർ പാനൽസ് നമ്മൾ കണക്ട് ചെയ്തിട്ട് കണ്ണാക്കി വെക്കും. ലാർജ് കോളം, ലോങ് കോളം, ഒരു ലോങ് കോളമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോളാർ അറേ ഓർ ഗ്രിഡ്, അതിനെ പറയുന്നതാണ് സോളാർ അറേ ഓർ ഗ്രിഡ്. ദ അറേ ജനറേറ്റ്സ് ഡയറക്റ്റ് കറണ്ട്, ഇലക്ട്രിക്കൽ പവർ. അറേ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, DC പ്രൊഡ്യൂസ് ചെയ്യും. ദ DC പവർ 480 വോൾട്ട് ആണ് കേട്ടോ. മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ബൈ ഇൻവേർഷൻ ഇൻ order for the power to be fed into transformers and then set the power to electrical grid passing through the Vista power switch. അവിടെ ഉണ്ടാകുന്ന DC നമ്മൾ എന്ത് ചെയ്യും, AC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇൻവെർട്ടർ വെച്ച് DC to AC കൺവേർഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫോമർ വഴി നമ്മൾ കൊടുക്കും. അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഗ്രിഡ് പാസിംഗ് ആ സ്വിച്ചാണ് എന്ത്, വിസ്റ്റ പവർ സ്വിച്ച് എന്ന് പറയുന്നത്. സോ ഫോട്ടോവോൾട്ടൈക് അറേ എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോവോൾട്ടൈക് അറയിൽ തട്ടിയ DC പ്രൊഡ്യൂസ് ചെയ്യും. DC വീണ്ടും എന്താക്കി മാറ്റും, ഒരു ഇൻവെർട്ടർ ഉപയോഗിച്ച് AC ആക്കി മാറ്റിയിട്ട് നമുക്ക് എന്താണ് ഇലക്ട്രിക്കൽ ഗ്രിഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള എവിടെയാണെന്ന് വെച്ചാൽ അതിലേക്ക് കണക്ട് ചെയ്യും. നെക്സ്റ്റ് ബൈപ്പാസ് ഡയോഡ്. എന്താണ് ഒരു bypass diode? PV or solar cells are wired in series and in parallel to form a PV solar panel. The number of series cells indicates the voltage of the panel, whereas the number of parallel cells indicates the current. നമുക്കറിയാം മൊഡ്യൂൾസ് എന്താണെന്നല്ലേ, കുറേ സെൽസ് വയർ ചെയ്തതാണ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സെൽസ് നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പാനലിൻ്റെ വോൾട്ടേജും. പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്താണ്, അത് അവിടുത്തെ കറണ്ടുമാണ്. ഇഫ് മെനി സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഷെയ്ഡിങ് ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ക്യാൻ ലീഡ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഷെയ്ഡഡ് സെൽ ഓർ ഓഫ് ദി ലാമിനേഷൻ മെറ്റീരിയൽ. ഇവിടെ നമ്മൾ ഒരുപാട് സെൽസ് നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെ ഇൻഡിവിജ്വൽ സെൽസിൽ ഷെയ്ഡിങ് വരുമ്പോൾ അതുപോലെ എന്താണ് അവിടെ ഉണ്ടാകുന്ന ലാമിനേഷൻ മെറ്റീരിയൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയും ചെയ്യും. സോ ദ പാനൽ മേ ബി ബ്ലിസ്റ്റർ ആൻഡ് ബേസ്റ്റ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ പാനൽസൊക്കെ എന്ത് ചെയ്യും, ബ്ലിസ്റ്റർ ആൻഡ് ബേസ്റ്റ് എന്നുള്ള അവിടെ ഒക്കെ ചിലപ്പോൾ അങ്ങനെ പൊള്ളച്ച് വന്നിട്ട് അല്ലെ ഡാമേജ് ആയി വരും. അതാണ് ബ്ലിസ്റ്റർ ആൻഡ് ബേസ്റ്റ് ഡാമേജ്. ടു അവോയ്ഡ് സച്ച് ആൻ ഓപ്പറേഷണൽ കണ്ടീഷൻ, bypass diodes are connected anti-parallel to solar cells as shown in figure as a consequence. അങ്ങനെ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി, ആ ഓപ്പറേഷൻ കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബൈപ്പാസ് ഡയോഡ്സ് ആൻറ്റി പാരലായിട്ട് ബൈപ്പാസ് ഡയോഡ്സ് നമ്മൾ കണക്ട് ചെയ്യും, ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ കേട്ടോ. ഇൻ പ്രാക്ടീസ് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു കണക്ട് വൺ ബൈപ്പാസ് ഡയോഡ് ഫോർ എവരി 15 to 20 സെൽസ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 15 to 20 സെല്ലിന് എന്താണ് ഒരു ഡയോഡ്.
ബൈപ്പാസ് ഡയോഡാണ് ഉപയോഗിക്കുന്നത്. ബൈപ്പാസ് ഡയോഡ്സ് ഓൾസോ അലോ കറണ്ട് ടു ഫ്ലോ ത്രൂ ദി പി വി മൊഡ്യൂൾ വെൻ ഇറ്റ് ഈസ് ഇൻ പാർഷ്യലി ഷെയ്ഡ്. അവിടെ ബൈപ്പാസ് ഡയോഡ് എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ പാർഷ്യലി ഷെയ്ഡഡ് ആണെങ്കിൽ കൂടി അതിലൂടെ കറണ്ട് ഫ്ലോ അനുവദിക്കുന്നുണ്ട്. ഈവൻ ഇഫ് ഇറ്റ് അറ്റ് എ റെഡ്യൂസ്ഡ് വോൾട്ടേജ് ആൻഡ് പവർ, റെഡ്യൂസ്ഡ് വോൾട്ടേജ് പവർ ടൈമിലാണെങ്കിൽ കൂടി അതിലൂടെ കറണ്ട് ഫ്ലോ സംഭവിക്കുന്നുണ്ട്. ബൈപ്പാസ് ഡയോഡ്സ് ഡു നോട്ട് കോസ് എനി ലോസസ് ബിക്കോസ് അണ്ടർ നോർമൽ ഓപ്പറേഷൻ കറണ്ട് ഡസ് നോട്ട് ഫ്ലോ ത്രൂ ദം. ബൈപ്പാസ് ഡയോഡ് നമ്മൾ കണക്ട് ചെയ്യുന്ന കാരണം അവിടെ ഒരു തരത്തിലുള്ള ലോസും സംഭവിക്കുന്നില്ല. കാരണം അണ്ടർ നോർമൽ ഓപ്പറേഷൻ എന്തെങ്കിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, അതിലൂടെ ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇതാണ് ഫിഗറിൽ ബൈപ്പാസ് ഡയോഡ്സ്. ഓരോ 15 to 20 സെല്ലിന് ഒരു ഡയോഡ് വീതമാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ്. നെക്സ്റ്റ് വരുന്ന ഭാഗങ്ങളാണ് ബാറ്ററി. ബാറ്ററി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോറേജ്. നമുക്കറിയാം ബാറ്ററിയുടെ പർപ്പസ് എന്താണ്, അവിടെ ഇലക്ട്രിക്കൽ എനർജി DC സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ PV സിസ്റ്റം ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ഗ്രിഡ് ക്യാൻ ഓഫൺ ബെനിഫിറ്റ് ഫ്രം എ ബാറ്ററി ബാക്കപ്പ് സിസ്റ്റം വേർ ഔട്ട്ജെറ്റ്സ് ആർ എ കൺസേൺ. അല്ലേ, നമുക്കറിയാം അവിടെ ബാറ്ററി ബാക്കപ്പും കൂടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് ഗാഡ്ജറ്റ്സിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ബാറ്ററി ബാക്കപ്പും കൂടി നമുക്ക് ബെനിഫിറ്റാണ്. ഇൻവേർട്ടർ എന്താണ്, ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ DC to AC conversion. The DC-AC inverter converts direct current power into alternating current for use in appliances, electronics and other devices. ഇൻവെർട്ടർ നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ എന്താണ് ഇൻവെർട്ടർ വർക്കിംഗ് കോപ്പ് പഠിച്ചതാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം എന്താണ് ഇൻവെർട്ടർ. ഇൻവെർട്ടർ എന്താണ്, DCയെ AC-ക്ക് കൺവേർട്ട് ചെയ്യുന്നു. ചാർജ് കൺട്രോളർ. A charge controller regulates charges and maintains battery voltage. ചാർജ് കൺട്രോളർ എന്ത് ചെയ്യും, ആ പേരിലുണ്ട് ചാർജ് കൺട്രോൾസ് എന്ത് ചെയ്യും, റെഗുലേറ്റ് ചെയ്യും, അതുപോലെ ചാർജ് ചെയ്യും, അതുപോലെ എന്താണ് അതിൻ്റെ ബാറ്ററി വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ലോഡ്. ഇലക്ട്രിക്കൽ ലോഡ് ഇൻക്ലൂഡ്സ് ദ അപ്ലയൻസസ് ആൻഡ് അതർ ഡിവൈസ് ദാറ്റ് യൂസ് ഓഫ് എനർജി ജനറേറ്റഡ് ബൈ ദി സിസ്റ്റം. ഒരു ഇലക്ട്രിക്കൽ ലോഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലയൻസസ് അല്ലേ, നമ്മൾ അതാണ് ആ എനർജി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി ലോഡ് ക്യാൻ ബി എയ്തർ DC ഓർ AC. ഇലക്ട്രിക്കൽ ലോഡ് എന്തായിരിക്കാം, AC ഓർ DC. ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് ബോത്ത് കൈൻഡ്സ് ഓഫ് ഇലക്ട്രിക്കൽ ലോഡ് ഓൺ ദി സെയിം PV സിസ്റ്റം. എന്താണ് ഡിഫറെൻറ്റ് AC DC സിസ്റ്റംസ് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ കഴിയും. വയറിംഗ്. ദ വയറിംഗ് ഇൻക്ലൂഡ്സ് the wires also known as conductors that connect the system component to complete circuit. വയറിംഗ് അറിയാമല്ലോ, എന്തിനാണ് നമ്മൾ വയറിംഗ് ഉപയോഗിക്കുന്നത്, വയറിംഗ് ഉപയോഗിക്കുന്നത് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കമ്പോണൻസ് ഒക്കെ കൂടി നമുക്ക് എന്തെങ്കിലും വേണ്ട കംപ്ലീറ്റ് ആണോ, സർക്യൂട്ട് കംപ്ലീറ്റ് ആണോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വയറിംഗ് ചെയ്യുന്നത്. അതായത് സോളറിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക്, ഇൻവെർട്ടറിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് ഗാഡ്ജറ്റ്സിലേക്ക്. നെക്സ്റ്റ് സർജ് പ്രൊട്ടക്ടർ. A surge protector is a device that safeguards against electrical shock from short circuit and damaging power fluctuation. ഒരു സർജ് പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് എന്തെയ്യുന്നുണ്ട്, ഒരു സേഫ് ഗാർഡാണ് അല്ലേ. സേഫ് ഗാർഡ് ഇത് എന്തിനാണ്, ഇലക്ട്രിക്കൽ ഷോക്ക് എങ്ങനെ ഉണ്ടാകുന്നത്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഷോക്കിൽ നിന്നും അതുപോലെ ഡാമേജിങ് പവർ ഫ്ലക്ച്വേഷൻ, ആ പവർ ഫ്ലക്ച്വേഷൻ എന്ന ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് എന്ത്, സർജ് പ്രൊട്ടക്ടർ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷ്യറ്റ് ബിറ്റ്വീൻ സോളാർ സെൽ, മൊഡ്യൂൾ, ആർഐ. സോളാർ സെല്ലിൽ മൊഡ്യൂള്, ആർഐ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സോളാർ സെല്ല് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാണാമല്ലോ. സോളാർ സെല്ല്, മൊഡ്യൂള്, ആർഐ. സെല്ല് കൂടി ചേർന്ന് മൊഡ്യൂളായി, മൊഡ്യൂൾസ് കൂടി ചേർന്ന് ആർഐ മാറി. ദ ബേസിക് പ്ലേസ്മെൻറ്റ് ഓഫ് എ PV സിസ്റ്റം ഈസ് ഫോട്ടോവോൾട്ടൈക് സെല്ല്, ഓൾസോ കോൾഡ് സോളാർ സെൽ. ഒരു ബേസിക് എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോട്ടോവോൾട്ടൈക് സെൽ അല്ലെങ്കിൽ സോളാർ സെൽ നമ്മൾ പറയും. മൊഡ്യൂളോ, എ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ PV സീരീസ് സെൽസ് ആർ ഇൻ്റർകണക്റ്റഡ് ടുഗദർ ഇൻ എ സീൽഡ് വാട്ടർ പ്രൂഫ് പാക്കേജ് കോൾഡ് പാനൽ. പറയുന്നതാണ് എന്ത്, മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഓഫ് സെൽസ് സീരീസ് ആയിട്ട് ഇൻ്റർകണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു സീൽഡ് വാട്ടർ പ്രൂഫ് പാക്കേജിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് പാനൽ അല്ലെങ്കിൽ മൊഡ്യൂൾ.
solar array. Modules are wired in a parallel is called PV array. മൊഡ്യൂൾസ് പാരലായിട്ട് കണക്ട് ചെയ്തതാണ് എന്ത് അറേ. അപ്പോൾ മൊഡ്യൂൾ എന്ന് സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതാണ് മൊഡ്യൂൾ പാരലായിട്ട് കണക്ട് ചെയ്തതാണ് എന്ത് അറേ എന്ന് പറയും. ഇതാണൊരു സോളാർ സെല്ലിലെ മൊഡ്യൂൾ അറേ തമ്മിലെ വ്യത്യാസം. നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ് സോളാർ സെൽ എന്നുള്ളതാണ്. താങ്ക് യു.